തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് മുൻതൂക്കം കൽപ്പിച്ചിരുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയും LDF സ്ഥാനാർത്ഥിയായി NMR റസാഖും വ്യക്തമായ പ്രചാരണം നടത്തിയെങ്കിൽ പോലും വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണനയും ബി.ജെ.പിയുടെ ഫയർ ബ്രാൻഡ് നേതാവെന്നുള്ള ലേബലും നീണ്ട നാളുകൾക്ക് ശേഷം ശോഭാ സുരേന്ദ്രന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നുള്ളതടക്കം അവർക്ക് ഒരുപാട് സാധ്യതകളാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ വിജയസാധ്യത പ്രവചിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് പാലക്കാട് സ്വാഭാവികമായും വന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും അധികം രാഷ്ട്രീയാരോപണങ്ങളും ഇതേ മണ്ഡലത്തിൽ വെച്ച് തന്നെയാണ് ഉണ്ടായത്. പാലക്കാട് ഡീൽ ആരോപണം മുതൽ നിശബ്ദ പ്രചാരണത്തിന്റെ തലേ ദിവസം വോട്ടിന് പണം നൽകുന്നതടക്കമുള്ള ആരോപണങ്ങൾ വളരെ കൃത്യമായി ഈ മണ്ഡലത്തിൽ ഉയർന്നത് നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം നടന്ന വോട്ടിന് പണം നൽകുന്നതടക്കമുള്ള ആരോപണങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ മൊഴിയെടുക്കുന്ന തരത്തിലുള്ള നടപടികളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്, മൊഴിയെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ചില പ്രശ്നങ്ങളാണ് ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദത്തിന് പിന്നിൽ എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സത്യം പുറത്തു വരട്ടെ. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ശോഭാ സുരേന്ദ്രന് ആദ്യഘട്ടത്തിൽ കൽപ്പിച്ചിരുന്ന അതേ മേൽക്കോയ്മ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പാലക്കാട് നൽകുന്ന ഒരു ചിത്രം. 2021 തെരഞ്ഞെടുപ്പിൽ 75.27% പാലക്കാട്ടെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് 82%-ലധികമായി ഉയർന്നു. വ്യക്തമായ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് പോളിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിൽ പാലക്കാട്ട് ഉണ്ടായത്. ഇവിടെ കൃത്യമായിട്ടുള്ള ചില പോളറൈസേഷൻ നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടാണോ ആ പോളറൈസേഷൻ വന്നത്, അതോ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് അനുകൂലമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ഏകീകരണം നടന്നു എന്നതടക്കമുള്ള ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. 82%-ലധികം പോളിംഗ് പെർസെന്റേജ് ഉയർന്നത് വ്യക്തമായ അടിയൊഴുക്കുകളും ഒരു തരംഗത്തിന്റെയൊക്കെ സൂചനയായി തന്നെ വിലയിരുത്തുന്നവരുണ്ട്. കാറ്റ് UDF-ന് അനുകൂലമായി വരുമെന്നാണ് രമേശ് പിഷാരടി അടക്കം പറയുന്നത്. UDF അനുകൂല തരംഗമാണ് പോളിംഗ് പെർസെന്റേജിലുണ്ടായ വർധന എന്ന് രമേശ് പിഷാരടി പറയുന്നു. പാലക്കാട് ജില്ലയിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ഏകീകരണം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ആരാണ് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്, അവർക്ക് അനുകൂലമായി ബി.ജെ.പിക്കെതിരെ അവർക്ക് അനുകൂലമായി പോകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി UDF തരംഗത്തിന് അനുകൂലമായി മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ഏകീകരണം ഉണ്ടായി എന്നാണ് പാലക്കാടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും കൃത്യമായ കണക്കെടുപ്പുകൾ മെയ് 4-ന് വോട്ട് എണ്ണി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും. എന്തായാലും പാലക്കാടിന്റെ മത്സരഫലം പ്രവചനാതീതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ RK പൾസസ് സ്പൈസസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പൗഡർ.